അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കണ്ടന്റ് ബുക്കാണ്. ഇവിടെ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നേമം കാരക്കാമണ്ഡമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരം മുടവൻമുകളാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം ബാലരാമപുരമാണ്. ഇവിടെ കറക്റ്റ് 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ പോകുന്ന മണിപ്പോൾ കറക്റ്റ് 9 കാലമായിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെയ്യാറ്റിൻകര അളത്തറക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കറക്റ്റ് 7.7 കിലോമീറ്റർ ദൂരമുണ്ട്. ലോങ് ആണ്. നെയ്യാറ്റിൻകര എത്തി ഏകദേശം. ഇത് കൊണ്ടുപോകുന്നതായിട്ട് 4 കിഴി പൊറോട്ടയാണ്. മണിപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. ഇത് കൊണ്ടുപോകുന്നതായിട്ട് നേരത്തെ പറഞ്ഞ എന്തോ സംഭവം ഡബിൾ ഓംലെറ്റ് ആൻഡ് വെജസ് വിത്ത് മസാല ബ്രെഡ് എന്തോ സംഭവമായിരുന്നു. ഇത് കൊണ്ടുപോകുന്നതായിട്ട് ചിക്കൻ അൽഫാം മന്തിയാണ്. കൊണ്ടുപോകുന്നതായിട്ട് ചിക്കൻ കൊത്ത് പൊറോട്ട വിത്ത് ചിക്കൻ ഫ്രൈ, പൊറോട്ട വിത്ത് ചിക്കൻ ചില്ലിയാണ്. 3 ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതായിട്ട് ഷവായ ചിക്കൻ പൊറോട്ടയാണ്. വേറെ വിഷയമൊന്നുമില്ല. നല്ല ഹാപ്പി മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പൊറോട്ട വേറെ ഉള്ളവർ. ഓക്കെ, ഇപ്പോൾ പോകുന്ന എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ വില 2500 രൂപയാണ്. ഇതൊരു എൻഡ്യൂറോ ബാറ്ററി എന്ന് പറയും. ഗോപ്രോയുടെ കൂടിയ ബാറ്ററിയാണ്. ഇത് കുറഞ്ഞ ബാറ്ററി ഉണ്ട് 1200 രൂപയ്ക്ക്. അതിട്ട് കഴിഞ്ഞാൽ ചാർജ് നിൽക്കില്ല, കുറേ നേരം ചാർജ് നിൽക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ നമ്പർ 93 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 9 ജൂലൈ 2024. അപ്പോൾ കട്ട പവറിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വ്ളോഗിനേക്കാൾ ഇങ്ങോട്ട് നല്ല പവർ ആയിട്ട് ചെയ്യണം. കാരണം അത്രയ്ക്ക് വിഷം ഉണ്ടായിരുന്നു. ഒരാഴ്ച വ്ളോഗ് ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് സൊമാറ്റോ വ്ളോഗായാലും ട്രാവൽ വ്ളോഗായാലും ബൈക്കിലൂടെ എന്ത് സംഭവമായാലും നല്ല പവറോടെ നല്ല ഒരു അടുത്ത ലെവലിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം നടക്കുമായിരിക്കും. പിന്നെ നിങ്ങളെ സപ്പോർട്ടും ഒരു രക്ഷയില്ല. സൂപ്പർ ആട്ട വേറെ ലെവൽ. ആ സപ്പോർട്ടിന് വലിയ നമസ്കാരം, വലിയ നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കൂല. കാരണം അത്ര വലിയൊരു ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് എന്ത് പറയാൻ വാക്കുകളില്ല. അപ്പൊ പോകുന്ന മണിക്കാർക്ക് 6 മണിയായിട്ടുണ്ട്. ഇന്നത്തെ വർക്കിംഗ് ടൈം 6 to 10 ആണ്. 4 മണിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ 1/2 മണിക്കൂർ ഓർഡർ അടിച്ചിട്ടില്ല. നമ്മൾ നേരെ പൂജപ്പുറം മെയിനോട് എപ്പോഴും പറയും പോലെ. അപ്പോ പോകുന്ന വേറെ വിഷയമൊന്നുമില്ലോ. അപ്പൊ എന്ത് കഷ്ടം വന്നാലും അല്ല, അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫുള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. ബാ 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 ബാ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. പറ. ഇനി ഒരു പ്രശ്നം വരില്ല. ഗോപ്രയ്ക്കായാലും ബാറ്ററിക്കായാലും ഒരു 5 വർഷം പോകുമെന്ന് പറഞ്ഞ് 5 അല്ല, ഓൾറെഡി 3 വർഷം പോയിട്ടുണ്ട്. കറക്റ്റ് 2 വർഷമായില്ലേ? 2 വർഷമായിട്ടുള്ളൂ. അപ്പം ഇനി 3 വർഷം കൂടെ പോകും. ഓക്കെ, അപ്പോൾ പോകാം. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പോട്ടാ, പോയിട്ട് ബൈ ബൈ, സീ യു. ബസ് കിട്ടും മക്കളെ, പോയിട്ടാ മക്കളെ. ഞാൻ മക്കളെ വിളിക്കണം, അവളെന്നെ മക്കളെ വിളിക്കണം. കൊള്ളാം, വലിയ അമ്മച്ചിയായിപ്പോയി. ശരി, ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ബൈ ബൈ, സീ യു. പോയിട്ടേ അട്ട. അപ്പോൾ പോകുന്ന വേറെ വിഷയമൊന്നുമില്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പയ്യ വേണം. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ഇപ്പോഴാണ് സത്യം പറയാലോ അടിച്ച് പൊളിച്ചോണ്ടിരിക്കണം ഓരോ നിമിഷവും. ഇടയ്ക്കൊന്ന് ക്യാമറ കംപ്ലൈൻറ്റ് ആയപ്പോൾ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി, ഭയങ്കര വിഷമായിപ്പോയി. ആ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് വേറെ ലെവലായിരുന്നു. അങ്ങനെ ബാറ്ററിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. പഴയ പോലെ വ്ളോഗ് ചെയ്യാം. സൊമാറ്റോ വ്ളോഗായാലും ട്രാവൽ വ്ളോഗായാലും എല്ലാ വ്ളോഗും ചെയ്യാം. ഗോപ്രോയിൽ വെച്ചല്ലേ. ഗോപ്രോ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാലോ എൻ്റെ ചാനൽ ഡൗൺ ആയിപ്പോയി. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഒരു വലങ്കയല്ല, ചാനലിലെ തൂണാണ് ഈ ഗോപ്രോ ക്യാമറ. ഇതില്ലാതെ നടക്കില്ല. അപ്പോൾ എത്രയൊക്കെ നമ്മൾ മൊബൈൽ ക്യാമറയിൽ ചെയ്താലും ഗോപ്രോയിൽ ചെയ്ത ആ ഒരു എഫക്റ്റും ആ ഒരു ക്വാളിറ്റിയും കിട്ടില്ല. ഏത് വ്ളോഗർമാർക്കായാലും ശരി നല്ലൊരു കിടിലൻ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. ഓക്കെ, നമ്മളെല്ലാം പൂജപ്പുരം മെയിനോട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട്, ചെറിയ മഴ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പോൾ മഴയില്ല, സർജൊക്കെ ഓഫായി. മഴ ഉണ്ടെങ്കിൽ കണ്ടൻ്റായിരുന്നല്ലേ. മഴ പെയ്യില്ലല്ലോ. അപ്പോൾ മഴ കുറഞ്ഞില്ല ഒരുപാട്. ആദ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയില്ല, മണ്ണാങ്കട്ടയില്ല. നല്ല വെയിൽ മാത്രമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്ലൗഡി ഉണ്ട്. ചെറുതായിട്ട് മഴ പെയ്യും. അത്ര തന്നെ. ശരി, ഇവിടെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പൊക്കോണ്ടിരിക്കണം. അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഓക്കെ, പോവാം. സമയം വെറുതെ കളയണ്ട. ചില സമയത്ത് പെട്ടെന്ന് ഓർഡർ ചെയ്യും, ചിലപ്പോൾ ഓർഡർ അടിക്കുകയില്ല. 1/2 മണിക്കൂർ 1 മണിക്കൂർ ചുമ്മാ നിൽക്കും. അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട. നമുക്ക് നേരെ എപ്പോഴും പോലെ വഴുതേക്കാടോ ജഗതിയോ. ഓക്കെ, എല്ലാവർക്കും കാണാൻ പാടാണല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലേ. പൂജപ്പുരം ഓർഡറിലേക്ക് ജഗതി വഴുതേക്കാട്. പിന്നെ എന്തോ ഓർഡർ എടുക്കുന്നു, കൊടുക്കുന്നു, ഇടയ്ക്ക് കുറേ പാട്ട് പാടുന്നു, കോമഡി പറയുന്നു, പിന്നെ കുറച്ച് കണ്ടന്റ് വരും ഇടയ്ക്കിടയ്ക്ക്. അത്ര തന്നെ. ഇതൊക്കെ തന്നെ സൊമാറ്റോ വ്ളോഗ് അല്ലേ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നെ അതൊരു ബോണസ്. അത്ര തന്നെ. സത്യം പറഞ്ഞാൽ നല്ല വൈബാണല്ലേ. ഒരു ഈവനിങ് ടൈമിൽ ഈ സൊമാറ്റോ വ്ളോഗ് കാണുമ്പോഴേ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബ്, ഒരു ബൈക്ക് റൈഡ് പോയ ഫീൽ കിട്ടും. അത്രേ ഉള്ളൂ അല്ലേ. വേറെ സംഭവം വലിയായിട്ടൊന്നും ഇതിൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ഇത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. എത്ര ഓർഡർ ചെയ്യണ്ട. ഇവിടെ നിന്ന് മാറിയ ഉടനെ ഓർഡർ അടിക്കും. അത് കറക്റ്റ് അസീസിലടിക്കും. ഇനി തിരിച്ചങ്ങോട്ട് പോകണം 1/2 കിലോമീറ്റർ. ഇനി വണ്ടികൾ വരും, നമുക്ക് ക്രോസ് ചെയ്യാൻ പാടായിരിക്കും. നിൽക്കണം 1/2 മണിക്കൂർ ഇങ്ങനെ. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി അവനെങ്കിൽ ഇടുക്കി കൊണ്ട് നമ്മളെ കൊണ്ട്. ആട്ടോ എണ്ണം പോട്ടെ, പയ്യക്കാർ ഇതുപോലെ സിറ്റുവേഷൻ സൂക്ഷിക്കണം. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് 2 പൊണ്ണ് പാക്കല്ല നിക്കറിയാത്തെമ്പാ. റീച്ച് ലൊക്കേഷൻ അല്ലല്ല, റീച്ച് റെസ്റ്റോറൻറ്റ്. റെഡി ആയില്ല, 6 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എടുക്കാം. 2 പൊണ്ണ് പാക്കല്ല നിക്കറിയാത്തെമ്പാ. നല്ല മോട്ടർ കിടില്ല മോട്ടിവേഷൻ പാട്ട് കേൾക്കുമ്പോൾ തന്നെ.
7866 നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നമ്മളെ തന്നെ എല്ലാവരും നോക്കണം. ക്യാമറ കൊണ്ട് വളരെ ഓക്കെ. നല്ല വെയിറ്റുള്ള സാധനമാണ്, ചൂടുണ്ട്. എന്തായിട്ട് അറിയൂടാ. അയ്യോ ഇത് ട്രാഫിക് ആണ്, അത് വണ്ടി ക്രോസ് ചെയ്യാൻ പാടാണല്ലോ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കണ്ടന്റ് ബുക്കാണ്. ഇവിടെ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് 4 കിഴി പൊറോട്ടയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ലല്ലോ. വേറെ ഒരു വിഷയമില്ല. വിഷയം ഉണ്ടായിരുന്നില്ല, ക്ലിയറായി. ചുമ്മാ വിഷയം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കില്ല. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അതാണ് ഉറുമീസ്. അതുപോലെ അല്ലേ? അതാണ് ഉറുമീസ്. ரெண்டுல ஒண்ணு பார்க்கலாம் நிக்கிறியா தெம்பா எப்போ லைஃப் திரும்பலாம் நம்புறியா நண்பா எப்பா 100 രൂപയ്ക്ക് 110 ചില്ലറ ഇല്ലല്ലേ? 100 ഉള്ളൂ. ശരി, 10 രൂപ ചില്ലറ ഉണ്ടെങ്കിൽ കളിക്കാം 110 ഓക്കെ ഓക്കെ. അപ്പോൾ പോകാൻ വേറെ വിഷയമൊന്നുമില്ല. ചുമ്മാ വിഷയമില്ലെന്ന് പറഞ്ഞത് വിഷയം എന്ന് പറയുമ്പോൾ പേടിയാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാവാം. കാരണം വിഷയം ഉണ്ടായ സമയത്ത് എല്ലാം ഒന്നിച്ചായിരുന്നു. ഞാൻ ഒരിക്കൽ ബൈക്കിൽ നിന്ന് വീണ്ട കാല് മുറിഞ്ഞ് പിറ്റേ ദിവസം ക്യാമറ കംപ്ലൈൻ്റ് ആയി. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ചെറിയ സമയം മോശമാണ്. ആ സമയത്ത് അങ്ങനെ നടക്കും, പിന്നെ ശരിയായിക്കോളും. നമ്മൾ കൂടുതൽ ആലോചിക്കാൻ പോകേണ്ട എന്തുകൊണ്ട് നടക്കുകയാണെന്നുള്ള കാര്യം. നടക്കേണ്ടത് നടക്കും, നടക്കാത്തത് നടക്കും. അതാണ് ജീവിതം. ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അനുഭവിച്ചേ പറ്റൂ. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കും, അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ അല്ലേ ഈ മുടുക്കിനകത്ത്. ഓ ഈ മുടുക്കാ. ഇവിടെ സ്ഥിരം കസ്റ്റമർ ഓർഡർ ചെയ്യും. ആ കസ്റ്റമറാണ് തോന്നണം കേട്ടോ. ഇവിടെയാണെന്ന് തോന്നാം. അവിടെയാണോ? ഓക്കെ 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 ശരി. ചില ഫുഡൊക്കെ നമുക്ക് ബൈക്കിൽ ഇരുന്ന് കൊടുക്കാൻ പറ്റും എടുത്ത്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്, ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ തറ വീണ പോയി. അപ്പോൾ ഇപ്പോൾ കാട്ടി ഓർഡർ പേയ്മെൻറ്റ് 26 രൂപ 19 പൈസയാണ്. ഇത് ആര് പെട്ടെന്ന് പറഞ്ഞു. ശരി പൊമാരയല്ലേ? ആ ഗ്യാറ്റിന് അപ്പുറത്തെ കുറയ്ക്കുള്ളൂ, ഞാൻ അകത്ത് കറിയുന്ന കുറയ്ക്കില്ല. അതാണ് എൻ്റെ സ്വഭാവം അല്ലേ? ഓക്കെ, അടുത്ത ഓർഡർ വെച്ചിട്ട് ലോങ് ആണ്. സൂപ്പർ. എത്ര കിലോമീറ്ററാണിത്? 7.5 കിലോമീറ്റർ. പോകേണ്ട സ്ഥലം ലഞ്ച് ബോക്സ്. അക്സെപ്റ്റ് ഓർഡർ. അപ്പോൾ ലഞ്ച് ബോക്സ് ഇവിടെ പനവിള. ഓക്കെ, അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്ന ലഞ്ച് ബോക്സ്. ഇവിടെ കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:10 വേറെ വിഷയമൊന്നുമില്ല. രണ്ടാമത്തെ ഓർഡർ സൂപ്പർ അടിച്ചിരിക്കുകയാണ്. കൊള്ളാം. ഓർഡർ അടിക്കണമല്ലോ, അതിന് വലിയ കാര്യം അല്ലേ? ചില സമയത്ത് ഓർഡർ അടിക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഓർഡർ അടിക്കാതെ വെറുതെ പോസ്റ്റായിരുന്നു. ഇതുപോലത്തെ പോസ്റ്റായിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. എല്ലായിടത്തും കുറ്റിയായിട്ട് ചുമ്മാ ആയിരിക്കും. 3 മണിക്കൂർ 4 മണിക്കൂർ വർക്ക് ചെയ്ത കേട്ട 150-200 രൂപ ആയിരിക്കും. ആലോചിച്ച് നോക്കി എങ്ങനെ വരുന്നറിയാമോ? ഓക്കെ, നമ്മളിങ്ങനെ ലഞ്ച് ബോക്സ് എത്തിയിട്ടുണ്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായ? ഇല്ല, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായ ഓർഡർ. പോയി എടുക്കാം. ഓക്കെ എന്നാ. ഹലോ, റെഡിയായേ? ആ റെഡി 37-29. ഓക്കെ ആ ഓടാ. ശരി എന്നാൽ കാണണണ്ടാ? അടിപൊളി. ശരി ഓക്കെ. ക്യാമറ ഓൺ എന്തെങ്കിലും പറയണ്ട. അപ്പോൾ നമ്മൾ ഡയലോഗ് പറ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. പറ, ഇങ്ങനെ കാണിയത് LAPG പറ. LAPG ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ആ ഷോർട്ട് ഫോമാണ് LPG. ഫുൾ ഫോം പറയാൻ പറ്റുമോ? ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് എന്ന്. ആ അത്രേ ഉള്ളൂ. ഓടാ ബൈ. സീ യു. റെഡിയായോ ഓർഡർ? ലേറ്റാവും, 10 മിനിറ്റ് ആവും. ഓക്കെ പോടാ. പരിപാടി കുഴപ്പമില്ലാതെ പോകണം. ക്യാമറയുടെ കംപ്ലൈൻ്റ് ആയി. ബാറ്ററി പുതിയ ഇട്ട് ശരിയായി, കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് Q&A ചെയ്ത് അതൊക്കെ ചെയ്ത് ഇപ്പോഴാണ് ഇറങ്ങിയത്. സൊമാറ്റോ വ്ളോഗായിട്ട് ജോലിക്ക് ഇറങ്ങും ദിവസവും. ഓക്കെ പോടാ, സമയമായി. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ഡബിൾ ഓംപ്ലേറ്റ് ആൻഡ് വെജസ് വിത്ത് മസാല. ഇതൊരു പുതിയ ഐറ്റമാണ്, കാണാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വായിച്ച് പറയാം. ഓക്കെ അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നേമം കാരക്കാമണ്ഡപമാണ്. ഇവിടെ നിന്ന് 8.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നേരത്തെ പറഞ്ഞ എന്തോ സംഭവം? എന്തോന്നോ വെജസ് ചിക്കൻ മസാല എന്തോ സംഭവം പറഞ്ഞല്ലോ. ഡബിൾ ഓംപ്ലേറ്റ് ആൻഡ് വെജസ് വിത്ത് മസാല ബ്രെഡ് എന്തോ സംഭവമായിരുന്നു. പറഞ്ഞു കറക്റ്റായിട്ട്. കുഴപ്പമില്ല, നമ്മൾ ഓർമ്മശക്തി കൂടിയിട്ടാണ്, നമുക്ക് പഴയ പോലെ ഇല്ല. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 7:10 എൻ്റെ അമ്മ, ഇത് കാറാ എന്തോന്നത്? ലോറിയാ? നല്ല പൊക്കമുണ്ടല്ലോ, പൊക്കമുണ്ടല്ലോ കാറിന്. ട്രക്ക് പോലും അല്ലേ ഇത്? എന്റെ അമ്മേ, ഇത് ഏത് കാലമാണ്? വണ്ടി പേര് ഡിഫൻഡറാ. ഇങ്ങനെ വണ്ടി ഉണ്ടാ? പജീറോ, ടാറ്റ സുമോ അതുപോലത്തെ വണ്ടി കണ്ടുണ്ട്. ഇത് പുതിയ മോഡലായിക്കണല്ലോ, സൂപ്പറല്ലേ? ടയറിന് വീതി കണ്ടോ? എൻ്റെ അമ്മ, വണ്ടി പൊളി ലുക്ക് കേട്ടോ, വൈറ്റ് കളർ. ഈ വണ്ടി മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിക്കോട്ടെ, ഇവിടുത്തെ വണ്ടി ആയിരിക്കില്ല. എന്തായാലും നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലത്തെ വണ്ടി വാങ്ങിക്കാം അല്ലേ? വേറെ വിഷയമൊന്നുമില്ല. കട്ടക്കുന്നതേ ചുമ്മാ അടിച്ചുവിടാം അല്ലേ? ഇതൊക്കെ നടക്കാൻ പോണത്. നടക്കും. ഇതുപോലത്തെ വണ്ടിയില്ല, ഒരു ചെറിയതാ ഇതുപോലത്തെ വണ്ടി, സ്വിഫ്റ്റ് പോലത്തെ. അത്ര അതൊക്കെ മതി. ഓക്കെ, നമ്മളിങ്ങനെ പാപ്പനോട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ പയ്യെ നൂല് പിടിച്ചാൽ വന്നത്. ഇപ്പുറത്തെ ഒരു ആട്ടോ, ഇപ്പുറത്തെ ഒരു ബൈക്ക്, അവിടെ ഒരു കാറ്, ബാക്കിൽ ലോറി. ആലോചിച്ച് നോക്ക്. നല്ല ഓട്ടിക്കാൻ അറിയാൻ ആൾക്കാർ വിഷയമില്ല. അല്ലാത്ത ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തട്ടും. അതുകൊണ്ട് ട്രാഫിക്കിലൊക്കെ മാക്സിമം നല്ലപോലെ പഠിച്ചിട്ട് ഇറങ്ങുക. വെറുതെ വന്ന് പണിയാവില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ തന്നെ ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഹോമിയോ കോളേജ് റോഡ്. ഓക്കെ, ഇതിൻ്റെ അത് കയറിയിട്ട് മാപ്പ് നോക്കാം.
ഓക്കെ, ഇതുവരെ എനിക്കറിയാം. ഇനിയുള്ളത് മാപ്പ് എണ്ണം പറയും. നിങ്ങൾ പോകുന്ന സ്ഥലം എല്ലാം തേപ്പായിട്ട് കാണിച്ചു തരാമല്ലോ. തേപ്പാണ് മാപ്പ്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് 150 മീറ്റർ അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഇങ്ങനെ പാട്ടും പാടി ജോളിയായിട്ട് വർക്ക് ചെയ്യണം അല്ലേ? വർക്ക് ചെയ്യണത് അറിയില്ല. ഓക്കെ, ഈ വീടാണ് തോന്നണ്ട. സൂര്യവംശം ശരത് കുമാറിൻ്റെ വീടാണ്. അല്ല, സൊമാറ്റോ കേൾക്കാമോ? ഇവിടെ അല്ലേ? ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 84 രൂപ 52 പൈസയാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം വെള്ളയാണി നിൽക്കുകയാണ്. വെള്ളയാണി ലെഫ്റ്റ് പോയ വെള്ളയാണി, റൈറ്റ് പോയ പാപ്പരംകോട്. ഇങ്ങോട്ട് പോകാൻ ഇവിടെ 2-3 റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇറാനിയും റഹ്മത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഓർഡർ ചെയ്യും, ചിലപ്പോൾ ഓർഡർ അടിക്കില്ല. ഒരു കാര്യം, നേരെ ഇപ്പോൾ വീട്ടിനടുത്ത് വരാം. സൂപ്പർ അല്ലേ വെള്ളയാണി ജംഗ്ഷൻ? എന്ത് ലൈറ്റ് കണ്ടോ? അടിപൊളിയായിരുന്നു. പോത്തീസ് കൂടെ വന്നപ്പോൾ വേറെ ലെവലല്ലേ? വെള്ളയാണിയൊക്കെ സെറ്റ് ആയി. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് റഹ്മത്ത് ഫാമിലി റെസ്റ്റോറൻറ്റ്. വെള്ളയാണി ജംഗ്ഷനിൽ അവിടെ നിൽക്കുമ്പോൾ അടിച്ചുകൂടെ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, കറങ്ങി തിരിഞ്ഞ് പോകണമല്ലോ. ഓക്കെ, റഹ്മത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, റെഡി വന്ന് ബാബാ എടുക്കാം. 7866. ഓക്കെ, ഞാൻ ഐശ്വര്യമായിട്ട് 3ാമത്തെ ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരം മുടവൻ മുകളാണ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഏറ്റവും ചിക്കൻ അൽഫാം മന്തിയാണ്. ചിക്കൻ അൽഫാം അത്രേ ഉള്ളൂ. മണി ഇപ്പോൾ കറക്റ്റ് 7:55 ആയിട്ടുണ്ട്. 8 സംഭവം കുഴപ്പമില്ല കേട്ടോ. അടുത്ത ഓർഡർ പൂജപ്പുരാണ്ട് കൊള്ളാം. അവിടെ നിന്ന് അടുത്ത ഓർഡർ അടിച്ച് ഇങ്ങോട്ടെങ്കിൽ പോകാം. ഇപ്പോൾ നേമത്തെ ഓർഡർ അടിച്ച് അടുത്ത ഓർഡർ ഇവിടെ നിന്ന് അടിച്ച് അങ്ങോട്ട് വിടണം. അതാണ് ഓർഡർ. അങ്ങനെ അടിക്കണം. അതാണ് സൊമാറ്റോ ചെയ്യേണ്ടത്. അതൊക്കെ നോക്കി ചെയ്യേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ. ചുമ്മാ അടിച്ച് ലോങ് അടിച്ച് വിടും. 10 കിലോമീറ്റർ കാലടിച്ച് പറഞ്ഞു. അതാണ് ദേശീയ പറഞ്ഞത്. നമുക്ക് ലോങ് ഓർഡർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ ദൂരം ട്രാവൽ ചെയ്യാമല്ലോ അടിപൊളിയായിട്ട്. പക്ഷേ തിരിച്ച് വരുമ്പോൾ കാലടിച്ച് പറഞ്ഞാൽ അതേ സമയത്ത് ടൈം പോവുകയാണ്. മനസ്സിലായല്ലോ? എന്നാലും സമയമല്ലേ പ്രാധാന്യം. ആ പീക്ക് അവറിൽ 4-5 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇൻസെൻറ്റീവ് ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം. ലോങ് ഓർഡർ അടിക്കുന്ന വിഷയമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. സൂപ്പർ. ഓക്കെ, നമ്മളങ്ങനെ പാപ്പനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് പോകണം. ഇവിടെ നേരെ പോയ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാൽ നമ്മൾ തമിഴെത്തും. ഓക്കെ, ഇതാണ് പാറയിൻ കടവ് പാലം. ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് ഉപകാരമാണ്. പണ്ട് ഇവിടുത്തെ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം വഴി പോകണം. ഇപ്പോൾ ഈ പാലം കൊണ്ട് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയാനുള്ള മെയിൻ കാരണം വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് പറഞ്ഞു അത്ര തന്നെ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഓക്കെ, റെയിൽവേ ക്രോസിംഗ് ഓപ്പണാണ്. വേറെ വിഷയമൊന്നുമില്ല. ഇതാണ് ചുള്ളമുക്ക് എന്ന് പറയും. ചുള്ളമുക്ക് ഏരിയയിൽ നമ്മൾ നേരെ പോയ തമിഴെത്തും. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ എവിടെയാണ് പറഞ്ഞത്? എവിടെ അത് വീട് പറഞ്ഞത്? അയ്യോ, അവിടെയാണോ? ഓക്കെ, ഇതാ പറഞ്ഞു. കുഴപ്പമില്ല. മനു അല്ലേ? ഓക്കെ, ശരി. എന്താ ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അടുത്ത ഓർഡർ അടിച്ചാൽ സൂപ്പർ. ആസി റെസ്റ്റോറൻറ്റ് പൂജപ്പുരം. ലോങ് ഓർഡർ 13 കിലോമീറ്ററാണ്. വേറെ ലെവൽ. ഇതാണ് മോനെ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 41 രൂപ 70 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ച സ്ഥലം എവിടെ നിന്നാണ്? ഇവിടെ ലോങ് ഓർഡറാണെന്ന് മനസ്സിലായി. നമ്മൾ നേരെ പോകേണ്ടത് പൂജപ്പുരം അസീസിലാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം വരും. ഇപ്പോൾ നേരെ പോയ മുടവൻമുകൾ ജംഗ്ഷനാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ മതി. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ, സൂപ്പർ കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ബേക്കറി സ്റ്റേയിൽ നിന്ന് നേരെ നേമത്ത് പോയി. ഇപ്പോൾ നേമത്ത് നിന്ന് അവിടെ നിന്ന് ഓർഡർ അടിച്ച് പൂജപ്പുരം എത്തി. ഇപ്പോൾ പൂജപ്പുരയിൽ അടുത്ത ഓർഡർ ലോങ്. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കാലടിച്ച് പോകുന്നില്ല. ലോങ് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഏണിങ്സ് ആയിരിക്കും. പെട്രോളിൻ്റെ പൈസ മിച്ചം വരും. സൂപ്പർ. കാത്തോണേ, ഇല്ല നല്ല നടക്കണേ. ഒരു തടസ്സവും വരുത്തല്. ഇനി മുതൽ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ട് ഞാൻ പോലും എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മുടങ്ങുകയാണ്. മനസ്സിലായാലും അത് യൂട്യൂബ് ആയാലും സൊമാറ്റോ ആയാലും. അതുകൊണ്ട് രണ്ടിനും ഒരു തടസ്സമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ പൂജപ്പുരം അസീസ്. വണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കണേ കുഴപ്പമുണ്ടോ? ഓട്ടോ സ്റ്റാൻഡാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമോ ഓട്ടോ അണ്ണന്മാർ? ഇല്ലല്ലോ, നമ്മളിപ്പോൾ എടുക്കൂല പെട്ടെന്ന് അല്ലേ? അധികം സമയം എടുക്കൂല, 5 മിനിറ്റിലാവുള്ളൂ. സെൽഫിയാ അടുക. ഇത് വേറെ സെൽഫി ഗുൾഫി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കാനാ സംഭവം? ചോദിച്ചിരിക്കുന്നത് ബാഗും ടീഷർട്ടുമാണ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്ക്രൈബറാണ്. പുള്ളിയുടെ പേരെന്താണ്? ആദർശ്. കൈവിട്. അപ്പോൾ ആദർശ് ഒരു ഹായ് പറഞ്ഞേക്കണം നമ്മൾ ആൾക്കാരെ ചേർന്ന്. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. പറ കമോൺ ഗൈസ്, കറക്റ്റാക്കി നിൽക്കണം. അപ്പോൾ പുള്ളി BA കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാർട്ടി വേണ്ടി വർക്ക് ചെയ്യാണ്. പുള്ളിയുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറേ പ്ലാനൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ലപോലെ പഠിച്ച് നല്ല വലിയ ആളായിട്ട് ആവണം. വേറെ പറയാനുണ്ടോ? ക്യാമറ നോക്കി ഒന്നുമില്ല. ജോലി എങ്ങനെ ഉണ്ട്? പറ, അത് പറ. പോകണല്ലേ? ജോലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പൈസയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ കറക്റ്റായിട്ട്? ഓക്കെ, അത്രയാണ്. അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബറാണ്. പുള്ളിയുടെ പേരെന്താണ് പറഞ്ഞത്? ഷെറിൻ. ഓക്കെ, ഷെറിൻ ഒരു സംഗീതം ഇഷ്ടമുള്ള ആളാണ്, ഗായകനാണ്. അപ്പോൾ പുള്ളി പാടാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഒരു പാട്ട് പാടി യൂട്യൂബിൽ ഇട്ടിരിക്കണം കേട്ടല്ലോ. അപ്പം നമ്മളെ കഴിവൊക്കെ ഇതുപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ തെളിയിക്കണം. ചുമ്മാ വച്ചുകൊണ്ടിരിക്കല്ലേ. ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. അതേ സമയത്ത് നമ്മൾ ഫാമിലിയും തൊഴിലും നോക്കുക. വേണ്ടെന്ന് പറയണല്ലോ. ഓക്കെ, അപ്പോൾ ഡയലോഗ് പറ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. പറ. അല്ലെങ്കിൽ LAPG പറ. LAPG ചെറിയ ഷോർട്ട് ഫോം ആയിട്ട്. LAPG എന്ന് വെച്ചാൽ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, എന്നാൽ പോട്ടാ. റെഡി വന്നു. ഓക്കെ, പാവം കേട്ടോ. പുള്ളിക്ക് ഭയങ്കര പാട്ട് പാടാൻ ഇഷ്ടമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിയുടെ സിറ്റുവേഷൻ കാരണം പാട്ട് പാടൽ നിർത്തിയാണ് പറഞ്ഞത്. സംഗീതം പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ മാക്സിമം മോട്ടിവേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പാടാനായിട്ട്. ഓക്കെ, റെഡി വന്നിട്ടുണ്ട്. 4271.
ഓക്കെ, ഇതൊരു വലിയ ഓർഡറാണ്. ഓക്കെ, അപ്പോൾ പോകുന്ന മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 പേരെ പരിചയപ്പെട്ടു. ഒന്ന് ആദർശ്, ഒന്ന് ഷെറീന. ഇപ്പോൾ 2 പേരെ പരിചയപ്പെട്ടു. 2 പേര് വലിയ കാര്യം കേട്ടോ, സത്യം പറയാമല്ലോ. സൂപ്പർ സപ്പോർട്ട്. ഇതുപോലത്തെ ആൾക്കാരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനും പേടിക്കണം അല്ലേ? ഒരു രക്ഷയില്ലാതെ മുന്നോട്ട് പോകണം, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം ബാലരാമപുരമാണ്. ഇവിടെ കറക്റ്റ് 14 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ കൊത്ത് പൊറോട്ട, പൊറോട്ട വിത്ത് ചിക്കൻ ഫ്രൈ, പൊറോട്ട വിത്ത് ചിക്കൻ ചില്ലിയാണ്. 3 ഐറ്റം ഉണ്ട്. വേറെ വിഷയമൊന്നുമില്ല. സൂപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പോയിട്ട് വരുമ്പോൾ തന്നെ 9 മണി ആവുമല്ലോ, അരമണിക്കൂറാവും പോയിട്ട് വരുമ്പോൾ. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. ഓക്കെ, നമ്മൾ അഗൈൻ വെള്ളാണി ഇതിലുണ്ട്. ഇവിടെ പോത്തീസ് കാണിച്ചിരാം, ലെഫ്റ്റ് സൈഡിലായിട്ട്. സൂപ്പറല്ലേ? പോത്തീസ് വന്നതോടെ വെള്ളാണി സൂപ്പറായി അല്ലേ? വേറെ ലെവലായിപ്പോൾ ഉളപ്പ് തന്നെ. ഓക്കെ, നമ്മളതിനെ ബാലരാമപുരം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്, വിഴിഞ്ഞം റോഡിലോട്ട്. വലിയ കുഴപ്പമില്ല, ട്രാഫിക്കില്ല കേട്ടാ. മണി ഇത്ര 9 ആവാറായില്ലേ, അതുകൊണ്ടാണ്. സൂപ്പറല്ലേ സ്ഥലം? അടിപൊളിയാകണ്ട. ഉള്ള ലൈറ്റ്, ഇഷ്ടംപോലെ കടകൾ, ലൈറ്റുകൾ, ഇതുപോലത്തെ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. കാണാൻ പറ്റുമോ പള്ളി? ഇവിടെ നിന്ന് പള്ളിയുടെ എൻട്രി അപ്പുറത്താണ്. ഇവിടെ നിന്ന് പറ്റുമെന്നേ കാണിച്ചു തരാം. ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്, സൂപ്പറായിക്കണല്ലേ? ഉണ്ടാ, അടിപൊളിയല്ലേ? ഓക്കെ, ഇവിടെ നേരെ ഇപ്പോൾ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇതാരാണ് നട ഓടിക്കണത്? ഇതൊന്നും കാണിക്കണത്, നട ഓടിക്കാറ് നിൽക്കണം. ഒന്നും ഒതുങ്ങുന്നില്ലേ അല്ലേ? കട്ടവാളിയന്മാരൊക്കെ എവിടെ നിന്ന് വരണം. ഓക്കെ, ഇവിടെ നേരെ പോയി ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ ലെഫ്റ്റ് ഉണ്ടോ? ഇവിടെ ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. ഇവിടെയൊക്കെ വല്ലപ്പോഴല്ലേ പറഞ്ഞത്, അതാണ് ചെറിയൊരു കൺഫ്യൂഷൻ ആവണത്. കാരണം റൂട്ട് കറക്റ്റാണല്ലേ എന്നുള്ളത്. നമ്മൾ സ്ഥിരം പോകുന്ന ഏരിയയാണ്, കുഴപ്പമില്ലായിരുന്നു, ധൈര്യമായിട്ട് പോകാം. ഇവിടെ നിന്ന് നേരെ പോയി റൈറ്റ്, പിന്നെ ലെഫ്റ്റ്. ഇവിടെ നിന്ന് ഇടത്തോട്ടല്ലേ? ഇടത്തോട്ടേ ഉള്ള വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഇവിടെ നിന്ന് നേരെ പോയി റൈറ്റാ. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റാ. എവിടെ എണ്ണാ പോണത്? പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാട്ടിന്. മിക്കവാറും പോയി കളിയേക്കാവുള്ള ബോർഡർ എത്തും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കളിയേക്കാവുള്ള അല്ലേ? അത്ര വരുമായിരിക്കും. ഓക്കെ, ലൊക്കേഷൻ തറായി. ഇവിടെ തന്നെ. ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. ലെഫ്റ്റിലോട്ട് വഴി ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതിൽ അത് വീട് പറഞ്ഞത്? അതാണ്, ഇവിടെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ തന്നെ. ഈ പുള്ളിയായിരുന്നല്ലേ ഓർഡർ ചെയ്ത്? ഓക്കെ, ഇത് തന്നെ കസ്റ്റമർ ലൊക്കേഷൻ. ഗൂഗിൾ പേ ആണോ? ഓക്കെ ഓക്കെ, സ്കാൻ ചെയ്താൽ മതി. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. സൂപ്പർ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ വീട്. അധികം കറങ്ങിയില്ല. ഇതുപോലത്തെ ഏരിയയിൽ വരുമ്പോൾ ഒരുപാട് കറങ്ങും. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പം കമോൺ. ബാക്കിൽ വണ്ടി വരണം. പോട്ട് പോയാ? പോയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് വേണ്ടത് 154 രൂപ 62 പൈസയാണ്. മൊത്തം ഓടിയ കിലോമീറ്റർ 14 കിലോമീറ്ററാണ്. 14 കിലോമീറ്റർ 154 രൂപ 62 പൈസ. ഇത് ലാഭമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം തന്നെ, കുഴപ്പമൊന്നുമില്ല. തിരിച്ച് കാലടിച്ച് പോകണം, അത്ര തന്നെ. ശരി, കുഴപ്പമില്ല. ഒന്നിച്ചൊരു പേയ്മെൻറ്റ് കിട്ടില്ല, അതിന് വലിയ കാര്യം. ഇപ്പോൾ നേരെ വന്ന വഴി തിരിച്ച് പോകാം. എങ്ങോട്ട് പോകാം? ഇവിടെ നിന്ന് നേരെ പോയാൽ ബാലരാമപുരം. പിന്നെ അത് തന്നെ മണി ഇപ്പോൾ കറക്റ്റ് 9:10 ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഓർഡർ അടിച്ച് ബാലരാമപുരത്ത് ഓർഡർ അടിച്ച്. എവിടെയാണെന്നുണ്ടല്ലോ, ബാലരാമ ലോങ് അടിച്ചിരുന്നോ? പേടിയായിരുന്നു. ലോങ് ഓർഡറിന് റാഫി ഹോട്ടൽ. എവിടെ ഇത്? വഴിമുക്ക്. ഇങ്ങോട്ട് പോകണമെന്ന് പിടിയില്ല നമുക്ക്. ശരി, വാ പോവാം. ഇവിടെ നിന്ന് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. ഒത്തയാക നടന്നു വരും ഊറിവേ. ഇങ്ങനെ ഓർഡർ അടിച്ച് മിക്കവാറും ലോങ് പോകും. എവിടെ? നെയ്യാറ്റിൻകര കളിയേക്കാവള കഴിഞ്ഞ് നാറോല് പോകും, ഉറപ്പാണ്. ഇതാണൊരു കുഴപ്പം. ലോങ് അടിച്ച് കഴിഞ്ഞാൽ കൊള്ളാം, നല്ല രസമുണ്ട് ഇങ്ങനെ പോകാൻ. അടിപൊളിയായി ഉണ്ടാ. ഇങ്ങനെ ലോങ് പോയി കുറേ ദിവസം അറിയാമോ? പണ്ട് പോയതാണ്, മാസങ്ങൾ മുമ്പ്. ഇടയ്ക്കിടയ്ക്ക് തരണം, എങ്കിലും റിലീഫ് ആയിരിക്കണം. ഒരേ സിറ്റിക്കകത്ത് ഓടിച്ച് ബോറടിച്ചു. എന്താണ് ഇതുപോലത്തെ കുറേ ലോങ് പോകുമ്പോഴാണ് പുതിയ സ്ഥലങ്ങൾ, പുതിയ കടകൾ, പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഇത് രസം കണ്ട. അടിപൊളി അല്ലേ ബാലരാമപുരം സിറ്റി? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഓക്കെ, ഇതൊക്കെ കണ്ട് പോകുമ്പോൾ രസമല്ലേ? ഇതൊക്കെ ഇല്ലാത്ത എന്തോന്ന് ലൈഫ്. ജീവിതത്തിൽ ഏതൊരു കാര്യം ശരി ഒരേപോലെ പൊയ്ക്കൊണ്ടെന്ന് ബോറടിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വരണം അല്ലേ? അത് വഴക്കായാലും സന്തോഷമായാലും. ഇടയ്ക്കൊന്ന് വഴക്ക് വരണം. വഴക്ക് വന്നിട്ടൊന്ന് സന്തോഷം വരുമ്പോഴാണ് അതിലൊരു സന്തോഷമുള്ളത് അല്ലേ? ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അന്ന് ഊട്ടി കൊടൈക്കനാലിലേക്ക് പോയ ഓർമ്മയാണ് പറഞ്ഞത്. നമ്മൾ ലോങ് പോകുമ്പോഴേ ഇങ്ങോട്ട് പറഞ്ഞത്, അല്ല ചുമ്മാ വരുമല്ലോ. ഓക്കെ, റാഫി എത്താറായി. റാഫി റെസ്റ്റോറൻറ്റ് എവിടെ? ഇത് കാണാനില്ല. ഇത് തന്നെ റാഫി റെസ്റ്റോറൻറ്റ്. റാഫിയാണോ? റാഫീസ്. മാഞ്ഞു പോയില്ലേ? ലൈറ്റ് ഓഫ് കിടക്കുന്നത് ഏതിനോടാ? 2 റെസ്റ്റോറൻറ്റ് കിടക്കുന്നത് യാതൊരു. ഓക്കെ, അപ്പോൾ റീച്ച് ലൊക്കേഷൻ റാഫി ഹോട്ടൽ റെഡിയായി. സൂപ്പർ, കൊള്ളാമല്ലോ. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്, അതുകൊണ്ട് എവിടെ നിന്നാണ് ഇവിടെ പിക്കപ്പ് ചെയ്യണമെന്നുള്ളത്. സൊമാറ്റോ ആണേ? റെഡിയായിരുന്നു. സൊമാറ്റോ അപ്പുറത്താണോ? ശരി സംഭവം എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമിൽ കൊണ്ട് പറഞ്ഞത്. ശരി, അങ്ങോട്ട് പോവാം. വണ്ടിയുടെ താക്കോലെടുത്തോട്ട് വേറെ ഏരിയയാണ്. വണ്ടി കാണാമെന്ന് പറഞ്ഞൂടെ വരുമ്പോൾ. ഇവിടെ സൊമാറ്റോ ഓർഡർ എടുക്കേണ്ടത് ഫുഡ്
ഫുഡ് എടുക്കാൻ അവിടെ അതുവഴിയാ? ഇതുവഴിയാണെന്ന് കറക്റ്റാണ് പറയാനില്ല ആരും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണല്ലാതെ കറക്റ്റ് എവിടെയാണ് ആരും പറയാനില്ല. ഇതാണ് പിടിക്കാത്തത്. ടൊമാറ്റോ ഓർഡർ എവിടെയാണ് പോകേണ്ടത്? ഇവിടെ എടുക്കണം സൊമാറ്റോ ഫുഡ്. ഇവിടെയാ? ഇവിടെയാണോ? ആരും പറയാനില്ല. 2423. ഓക്കെ ഓക്കെ ശരി എന്നാൽ. യൂട്യൂബർ ഓക്കെ പോട്ടാ. ഇതുപോലെ ഹിന്ദിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെക്കഡ് ഓർഡർ. സംഭവം നമ്മൾ പോകേണ്ട ലോങ് ആണ്. നെയ്യാറ്റിങ്കര പോകണം. ഇവിടുന്ന് 7.7 കിലോമീറ്റർ ദൂരമുണ്ട്. എൻ്റെ അമ്മോ, നെയ്യാറ്റിങ്കര ഏതോ മഹാദേവ ടെമ്പിൾ കാണിക്കുകയാണ്. ശരി കുഴപ്പമില്ല, വാ പോയിട്ട് വല്ലപ്പോഴും അങ്ങോട്ട് പോകണത്. ഓക്കെ അപ്പോൾ പോകുന്ന മണിപ്പോൾ കറക്റ്റ് 9:15 നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെയ്യാറ്റിങ്കര അളത്തറക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് കറക്റ്റ് 7.7 കിലോമീറ്റർ ദൂരമുണ്ട്. ലോങ് ആണ്. നെയ്യാറ്റിങ്കര എത്തി ഏകദേശം. അപ്പോൾ നമ്മൾ കളിയൊക്കെ വളർത്താൻ വലിയ ദൂരമില്ല. കുഴപ്പമില്ല, വല്ലപ്പോഴും ലോങ് പോകാൻ. അടിപൊളിയായി കേട്ടോ, സൂപ്പർ, വേറെ ലെവൽ, അടിപൊളി. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഷവായ് ചിക്കൻ പൊറോട്ടയാണ്. വേറെ വിഷയമൊന്നുമില്ല. നല്ല ഹാപ്പി മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കേട്ടോ, വേറെ ലെവൽ. എന്തായാലും ഒന്നുകൂടെ പെട്രോൾ അടിച്ചേക്കാം. കാരണം എന്താ പറയുമ്പോൾ കുറേ ലോങ് ഓടി നമ്മൾ. ഇപ്പോൾ ഏകദേശം 50 കിലോമീറ്റർ ആവാറായി. 100 അങ്ങനെ നേരത്തെ ഒരു 100 അടിച്ച് ഇപ്പോൾ ഒരു 100 മൊത്തം 200 പെട്രോൾ അടിച്ച്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അടിച്ചാനേ. ഇത്രയും ലോങ് ഓർഡർ എടുത്ത് അറിഞ്ഞല്ലോ അല്ലേ. ഒരു വല്ലാത്ത ലോങ് ഓർഡർ ആയിപ്പോൾ കേട്ടോ. അടിച്ചതെല്ലാം 7, 10, 15 കിലോമീറ്ററുള്ള. എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ നമ്മളങ്ങനെ നെയ്യാറ്റിങ്കര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇങ്ങോട്ട് തന്നെ. സൂപ്പർ അല്ലേ. അങ്ങോട്ട് 1 വേ ഒന്നുമല്ലല്ലോ. ഇവിടെ റൂട്ട് വലിയ പിടിയില്ല. റൂട്ടൊക്കെ അറിയാം, ഇവിടെ 1 വേ ആണോ ഇല്ലെന്ന് കാര്യം അറിഞ്ഞൂടാ. അതാണ് നോക്കണത്. ചുമ്മാ ആവശ്യമില്ല കൺഫ്യൂസ് ആവാതെ ശ്രദ്ധിച്ചേ. ഓക്കെ നമ്മളതിനെ പിറയിൻ മുടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്, മാപ്പ് കാണിക്കണത്. ഓക്കെ ലെഫ്റ്റിലോട്ട് പോവാം, വേറെ വിഷയമൊന്നുമില്ല. നീ പറഞ്ഞ് അങ്ങനെ അനുസരിക്കുകയാണ്. കറക്റ്റ് കൊണ്ട് എത്തിക്കണം. തേച്ചുകളയിൽ എനിക്കവിടെ തേരി വലിയ പിടിയില്ല. ഞാൻ മാപ്പിനെ ഫുൾ വിശ്വസിക്കുകയാണ്. നീയാണ് എല്ലാം നീ കേട്ടല്ലോ. നീ പറയുന്നത് ഏത് ഉത്തരമായാലും അതേ ഞാനിവിടെ സമ്മതിക്കും. ഈ സമയത്തൊന്നും പഴയ വൈരാഗ്യം കാണിച്ചുള്ളതിൽ പണ്ട് ഞാൻ തന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അമ്മോ, പാലം 2 സൈഡ് ഭയങ്കര ഇരുട്ടാക്കിണ്. താഴെ ഭയങ്കര ആറോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിന് അവിടെ കൂടെ പ്രാതാവ് വരുന്നത് പണ്ട് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പറയണോ ശ്രദ്ധിച്ചേ? ഒന്നും വേണ്ട. എന്ത് ഇവിടെ ആളൊന്നും ഇല്ലേ? എൻ്റെ അമ്മോ, ആ ഒരു കാറുണ്ട്, കുഴപ്പമില്ല. ഒരുമാതിരി ഏരിയ കേട്ടാ. പക്ഷെ എൻ്റെ അമ്മോ, ഒരു ഹൊറർ തന്നെ. നോക്ക് ഇപ്പുറത്തൊക്കെ ഫുൾ കാട്, കുറ്റിയിരുട്ട്, ഒന്നുമില്ല ഇവിടെ നിന്ന്. മാപ്പേ ചതിക്കല്ലേ കേട്ടാ. നിന്നെ നമ്പിയാണ് ഞാൻ പോണത്. കട്ടക്കത്തിന് സുതീഷേ, നമ്മളവിടെ 40,000 പേരുണ്ട്. പിന്നെ എന്തിനും പേടിക്കണം അല്ലേ? 40,000 പേര്, ഒരു 10,000 പേര് വീട് കാണുമായിരിക്കാം. ബാക്കിയുള്ള 30,000 പേര് ഷോർട്സ് കാണും. വേറെ വിഷയമൊന്നുമില്ല. ഇതെങ്ങോട്ടേ പോണത്? പൊയ്ക്കൊണ്ടിരിക്കണേ, തീരുന്നില്ലല്ലോ. ഇതാണ് ഇതുപോലെ തേരയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മനസ്സിലൊരു ഇത് വരും. അത് പേടിയെന്നും പറയാം, കൺഫ്യൂഷൻ എന്ന് പറയാം, ടെൻഷൻ എന്ന് പറയാം, പല പേരും പറയാം. ഇനി ഒരു 200 മീറ്റർ ദൂരം വെളുത്താറായി. ഫുൾ വളവ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് റൂട്ട് മാറി ആർച്ചിനകത്തോട്ടാ. ഓ ഇതിൻ്റെ അകത്താണാ. പക്ഷേ എൻ്റെ അമ്മ, ഇതൊക്കെ റൂട്ടൊക്കെ ഇങ്ങോട്ട് ഉണ്ടാ. വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആയിട്ടൊക്കെ. പഞ്ചായത്ത് ഏരിയല്ലേ, അങ്ങനെ ഇരിക്കുള്ളൂ. സുതീഷെ പേടിക്കണ്ട. അതൊക്കെ പകലൊന്നും സൂപ്പർ സീനറിയാണ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നീ പിന്നെ ഇവിടെ നിന്ന് വിട്ടു പോകില്ല. അപ്പം രാത്രിയാണ് ചെറിയ പേടി. അത് വിഷയമില്ല, അത് നമുക്ക് മാറ്റിയെടുക്കാന്നേ ഉള്ളൂ അല്ലേ. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട്. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു. ആ പുള്ളിയാണ് ഓർഡർ ചെയ്തത്. എവിടെയാണോ ഓർഡർ ചെയ്തത്? ഓക്കെ വിജയ് അല്ലേ? ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ? 345 എത്രയാണത്? 10 ആണോ? 20 ആണോ? 20 അല്ലേ? ഓക്കെ 20, 40, 145. ബാക്കി ഗൂഗിൾ പേ അല്ലേ? സ്കാൻ ചെയ്യാം ഒരു മിനിറ്റ്. ഓക്കെ ശരി. ശരി. ഓർഡർ ഡെലിവേർഡ്. സൂപ്പർ, ഒരു വിഷയമില്ല, ഒരു തടസ്സമില്ലാതെ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. 345 രൂപ ഓർഡർ പേയ്മെൻറ്റ്. ഓക്കെ, ഇത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി പോകാം. ഇപ്പോൾ 9:30 മണിയായി. അടുത്ത ഓർഡർ അടിച്ച് ഇങ്ങോട്ടെങ്കിൽ പോകണോ? ഇനി എവിടെ പോവാൻ? നീ നേരെ അങ്ങോട്ടേ പോകണം. ട്രിവാൻഡ്രം പോകാം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തമിഴ്നാടാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തമിഴ്നാടില്ല, നെയ്യാറ്റിങ്കര. ഇപ്പോൾ നമ്മൾ സിറ്റിക്കകത്ത് പോകാൻ നേരെ. പിന്നെ ഈ നെയ്യാറ്റിങ്കര ഭാഗത്ത് ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പോകേണ്ട കളിയൊക്കെയുള്ളതായിരിക്കും തമിഴ്നാട്. വേറെ നോക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 78 രൂപ 71 പൈസയാണ്. ഇപ്പോൾ ഓടി കിലോമീറ്റർ 7.7 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്ന വീട്ടിലോട്ടാണ്. ഇപ്പോൾ 9:30 മണിയായി. ഇപ്പോൾ ഈ ഭാഗത്ത് ഓർഡർ അടിക്കില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വിഷയമില്ല. അപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ അരമണിക്കൂറാണ്. കാരണം 20 കിലോമീറ്റർ ദൂരമുണ്ട് വീട് ഇവിടെ നിന്ന് കറക്റ്റ്. അപ്പോൾ 20 കിലോമീറ്റർ വീട്ടിൽ പോകാൻ 20 കിലോമീറ്റർ കാലടിച്ച് പോകണം. ആ ഒരു വിഷയമാണ് ഏറ്റവും വലിയ പ്രശ്നം. കുഴപ്പമില്ല.
ഓക്കെ, നമ്മൾ വീട്ടിൽ കഴിഞ്ഞു. മണിയപ്പോൾ കറക്റ്റ് 11 മണി ആവാറായി. ഞാൻ വന്ന ഉടനെ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് ദോശ ആൻഡ് മുളക് പൊടിച്ചതാണ്. ഇത് മുളക് പൊടിച്ചെന്ന് പറയാം, അപ്പോൾ ഇടിച്ച് പൊടിച്ചെന്ന് പറയാം അല്ലേ വേണമെങ്കിൽ. മറ്റേ മുളക് വെളുത്തുള്ളി പൊടിച്ചിട്ട് നല്ല വറുത്തെടുത്ത് അതിനെ നല്ല പോലെ മുളക് പൊടി പോലെ ആക്കി തിന്നാൻ പോവുകയാണ്. ഇതാണത്തെ കാപ്പി. നല്ല ഡയറ്റാണ് ഗോതമ്പ് ദോശ എന്ന് പറയുന്നത്. വേറെ ഒന്നും വേണ്ട, ഇത് മതി അല്ലേ. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് ഒരാൾക്കൊരു താങ്ക്സ് പറയാനുണ്ട്. ഒരു വലിയ താങ്ക്സ് ആണ്. പുള്ളിയുടെ പേര് ബ്രിട്ടോ അലക്സാണ്ടർ റോയ് ആണ്. കാരണം ആ പുള്ളി കാരണമാണ് ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗ് നോക്കിയാലും അടുത്ത മാസം ആവും. കാരണം എൻ്റെ സിറ്റുവേഷൻ അറിയാമല്ലോ. ഞാൻ കുറേ നോക്കിയായിരുന്നു. അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ റെഡിയാക്കിയിട്ട് ബാറ്ററി വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കിട്ടുന്ന പൈസ കംപ്ലീറ്റ് വീട്ടിലാണ് ചിലവാകുന്നത്. കയ്യിലൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും മിച്ചം വന്നാലും ബാറ്ററി വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു, ബ്രോ ഹെൽപ്പ് വേണോ, പൈസ തരാന്നൊക്കെ. ഞാൻ മാക്സിമം എല്ലാവരും അവോയ്ഡ് ചെയ്ത് ലാസ്റ്റ് ഒരാൾ മാത്രം എന്നെ ഒരുപാട് നിർബന്ധിച്ചായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എല്ലാ പ്രാവശ്യവും നിങ്ങളത് പൈസ വാങ്ങിക്കണത് എനിക്ക് സത്യം പറഞ്ഞ വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾ ഹെൽപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷേ എല്ലാ പ്രാവശ്യവും വാങ്ങുന്നത് എനിക്കൊരു ഗിൽറ്റി ഫീൽ പോലെ ഫീൽ ആവുന്നുണ്ട്. അതായത് ഇങ്ങനെ പറയാം, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈ സമയത്ത്. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതുപോലെ ഇപ്പം ഞാൻ നിങ്ങളുടെ സഹായം വാങ്ങുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ സാഹചര്യം, എൻ്റെ ഫാമിലി സിറ്റുവേഷനിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂട്യൂബ് വെബ്സൈറ്റ് ചെയ്യുന്നു, സൊമാറ്റോ ചെയ്യുന്നു, കെട്ടുന്ന സമ്പാദ്യം കംപ്ലീറ്റ് വീട്ടിലാണ് ചിലവാകുന്നത്. അപ്പോൾ ഒന്നും മിച്ചം കയ്യിൽ പറഞ്ഞില്ല. അപ്പോൾ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റില്ല ചില സമയത്തൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയുകയാണ്, ഞാൻ എപ്പോഴും ചുമ്മാ പറഞ്ഞല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹെൽപ്പ് എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, എല്ലാം നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ സിറ്റുവേഷൻസ് മാറുമ്പോൾ ഞാൻ എല്ലാം തിരിച്ച് ചെയ്യും. ചില ആൾക്കാരെ പറയുമായിരിക്കും, ഞാൻ ഈ വീഡിയോ ഇടുന്നത് സിമ്പതി പിടിക്കാൻ വേണ്ടിയിട്ടും സൂപ്പർ താങ്ക്സിനും ഫാൻ ഫണ്ടിങ് വേണ്ടിയിട്ടാണെന്നുള്ളത്. എൻ്റെ ഓരോ കാര്യം ഞാൻ ഈ വീഡിയോ വഴിയാണ് സാധിക്കുമെന്ന് ചില ആൾക്കാർ പറയും. അത് വിഷയമില്ല. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം വെളിയിൽ പറയാതെ കൊണ്ടുപോകായിരുന്നു. ഞാനത് വെളിയിൽ പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കും, ഇത്രയും കാര്യം ഹെൽപ്പ് ചെയ്തിട്ട് ഇതൊക്കെ വെളിപ്പെടുത്തണം. കാരണം ഇത് വെളിപ്പെടേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായി? ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ ലോകത്തുണ്ട്. അവർ ദൈവം പോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ആ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഫീൽ ചെയ്തു ഇങ്ങനെ പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യുമ്പോൾ. കാരണം എനിക്ക് എന്ത് പറയാം, എൻ്റെ ജോലി, എൻ്റെ പാഷൻ, എനിക്കുണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻ ഞാൻ തന്നെ സോൾവ് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ചില സമയത്ത് അത് പറ്റാതെ വരുമ്പോൾ ഡിലേ ആവുകയാണ്. ഇപ്പോൾ യൂട്യൂബിലോട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ റീച്ച് കുറയും. അത്രയും കഷ്ടപ്പെട്ടല്ലേ വേസ്റ്റായി പോകും. അപ്പോൾ അതൊക്കെ അറിഞ്ഞാണ് ഓരോരുത്തരും സഹായിക്കാൻ വരുന്നത്. അപ്പോൾ ആ സഹായം മാക്സിമം അവോയ്ഡ് ചെയ്ത് പോവുകയാണ്. ചില ആൾക്കാർ നിർബന്ധിച്ച് ഇരിക്കട്ടെ ബ്രോ, ഒരു കുഴപ്പമില്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് പറയുമ്പോൾ എനിക്ക് ആ സമയത്ത് എന്ത് പറയാം, വേറെ ഒരു നിവൃത്തിയില്ലാതാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് പറയാം, അത് നമ്മൾ ദൈവം തരുന്നതായിട്ട് കണ്ടാൽ മതി. വേറെ നമ്മൾ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യേണ്ടതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറേ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മളൊരു ലെവലിൽ പോയതിനു ശേഷം നമ്മളെപ്പോലെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനിയും കാണും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ തേടി പിടിച്ചെങ്കിലും കുറച്ച് ഹെൽപ്പെങ്കിലും ചെയ്യണം. കൂടുതൽ ചെയ്യേണ്ട, നമ്മളെ കൊണ്ട് പറ്റാമെന്ന് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ചെയ്യും, ഉറപ്പാണ്. അത് നിങ്ങളെന്നെ പഠിപ്പിച്ചത്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ ചുമ്മാ വാച്ചിരുന്ന ഉപയോഗമില്ല. അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഒരു യൂട്യൂബിൽ ഇടുന്ന വീഡിയോ വഴി ഇത്രയും സ്നേഹവും സപ്പോർട്ടും കിട്ടുമെന്ന് സത്യം പറയാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിങ്ങനെ കെട്ടുമ്പോൾ എന്ത് പറയാം, ഒരു വലിയ സ്വത്താണ് ഇതൊക്കെ എല്ലാവർക്കും കെട്ടൂല അല്ലേ. അപ്പോൾ അതൊക്കെ കെട്ടുമ്പോൾ ഒരുപാട് ഭാഗ്യവനായിട്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ സൈഡിലുള്ള സ്നേഹം എപ്പോഴും കാണും നിങ്ങൾക്ക്, അതേപോലെ നിങ്ങളുടെ സ്നേഹം എപ്പോഴും വേണം. വേറെ എന്ത് പറയാം അല്ലേ. ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും കുറേ തടസ്സങ്ങൾ വരും. എന്തായാലും അതൊക്കെ നമ്മൾ ഇതുപോലെ ഇടിച്ച് പൊടിച്ചോണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. തടസ്സങ്ങൾ വരും, വിഷമിക്കണം, കരയണം, എല്ലാം വേണം, അതൊക്കെ വേണം. അതേ സമയത്ത് അതിനുള്ള സൊല്യൂഷനും കൂടെ തന്നെ വരും. അത് കുറച്ച് ലേറ്റായിട്ട് വരും, ചിലപ്പോൾ നേരത്തെ വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതെനിക്ക് ചേർത്താണ് പറയേണ്ടത്. ഞാൻ വലിയ നല്ലവനൊന്നുമില്ല, ഞാനും കുറച്ച് വിഷമിക്കണ ദേഷ്യപ്പെടുന്ന ആളൊക്കെ തന്നെ. ഓക്കെ, അത്ര തന്നെ. പിന്നെ ഒരാൾക്ക് ഹായ് പറയാനുണ്ട്. ആ പുള്ളിയുടെ പേര് ഒരു കൊച്ചു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. പുള്ളിക്ക് കറക്റ്റ് 15 വയസ്സായുള്ളൂ, 10ാം ക്ലാസ് കഴിഞ്ഞുള്ളൂ. പുള്ളി എൻ്റെ ഭയങ്കര ഫാൻ എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ പേര് മാളു. അപ്പോൾ മാളുവിന് ഹായ്, നല്ല ഇരിക്കിയാ. മാളു തമിഴാണ്. അപ്പോൾ വഴി വെച്ച് സബ്സ്ക്രൈബർ കണ്ടായിരുന്നു. ആ പുള്ളിയുടെ റിലേറ്റീവിന് ഒരു മോളാണ് ഈ മാളു എന്നൊരു പെൺകുട്ടി. അപ്പോൾ എൻ്റെ ഒരു ഹാർഡ് കോർ ഫാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഹാപ്പിയാണ് സത്യം പറയാമല്ലോ. ഇതിനപ്പുറം എന്താണ് അല്ലേ, നമ്മളെ ഏജിലുള്ള ആൾക്കാർ കാണുന്നത് വേറെ. അതായത് നമ്മളെക്കാളും കൊച്ചു കുട്ടികൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ അതൊരു വലിയ കാര്യമാണ് സത്യം പറയാമല്ലോ. അതിനപ്പുറം എന്ത് വേണം, ഒന്നായി പോകും. അതുകൊണ്ട് കൊച്ചു കുട്ടികൾ നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹായ്. സ്പെഷ്യലായിട്ട് നമ്മളെ മാളൂട്ടിക്ക്, മാളൂന് ഹായ്. ഓക്കെ, അപ്പോൾ മാളു തമിഴായതുകൊണ്ട് തമിഴിൽ പറയാം. മാളു, வாழ்க்கையில் என்னதான் கஷ்டம் வந்தாலும் நஷ்டம் வந்தாலும் நம்ம ஒவ்வொரு நிமிஷம் லைஃப் என்ஜாய் பண்ணிட்டு இருக்கணும். ஏன்னா இருக்கிறது ஒரு லைஃப் தான் இருக்குது. இப்போது லைஃப் அடித்து பிள்ளைங்க காய்ச்சி லாஸ்ட்டு போகிறேன், கழிச்சிட்டு போகிறேன். ஓகே, அப்போது மாலூட்டிக்கு ஒரு பெரிய ஹாய். ஓகே, சரி கிடைക്കാം பா. ഓക്കെ, അപ്പോൾ വലിയ പീസ് ദോശ എടുക്കാം. അത് എടുത്തിട്ട് ഈ മുളക് പൊടിയിലിട്ട് മുക്കി ഇങ്ങനെ എടുത്തിട്ട് ചുരുട്ടി വച്ചിട്ട് സൂപ്പർ നല്ല. വാ വാ, കുറച്ച് ബാക്കിയുണ്ട്, കുറേ വേണോ? തിളക്ക സിനിമ തിളക്കമല്ലോ.
കിലുക്ക സിനിമയിൽ രാവിലെ നല്ല എരി. ബാ ബാ കുറച്ച് ബാക്കിയുണ്ട്. പൊറോട്ട ബാക്കി വേണോ? വാ. അപ്പം ഇന്നത്തെ ഡിന്നർ സൂപ്പറാണ്. ഗോതമ്പോശ മുളകുപൊടി. എന്റെയാ വേറെ പറയാമല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ബാ 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 ബാ.